ആരാണ് ആ കള്ളന്മാരുടെ തലവൻ? കഴുമരത്തിന് മുമ്പിൽ നിന്നപ്പോൾ അയാൾ എന്തിനാണ് ആദ്യം കരഞ്ഞതും പിന്നീട് ഉറക്കെ ചിരിച്ചതും? വേതാളത്തിന്റെ ഈ കുഴപ്പിക്കുന്ന ചോദ്യത്തിന് വിക്രമാദിത്യൻ നൽകിയ മറുപടി എന്താണ്? വിക്രമാദിത്യനും വേതാളവും, കഥാപരമ്പരയിലെ 9ാമത്തെ കഥയുടെ നിഗൂഢത ഇന്ന് ഈ വീഡിയോയിൽ. എല്ലാവർക്കും നമസ്കാരം. 11ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ കഥയുടെ അവസാനം കഴിഞ്ഞ എപ്പിസോഡിലെ കുസൃതി ചോദ്യത്തിന്റെ ഉത്തരം നൽകുന്നതാണ്. കൂടാതെ നിങ്ങൾക്കായുള്ള പുതിയ ചോദ്യവും ഈ വീഡിയോയുടെ അവസാനമുണ്ടാകും. കഥ തുടങ്ങാം. വിക്രമാദിത്യൻ വീണ്ടും വേതാളത്തെ പിടിച്ച് തോളിലേറ്റി നടക്കാൻ തുടങ്ങി. വേതാളം പതിവ് പോലെ കഥ പറഞ്ഞു തുടങ്ങി. അല്ലയോ വിക്രമാദിത്യ മഹാരാജാവേ, അങ്ങ് കേൾക്കേണ്ടുന്ന ഒരു പുരാണ കഥയുണ്ട്. പണ്ട് നീതിയും ധർമ്മവും മാത്രം കൈമുതലായുള്ള രാജശേഖരൻ എന്നൊരു രാജാവ് ഗുർജരദേശം ഭരിച്ചിരുന്നു. അതേ നാട്ടിൽ ധനപാലൻ എന്ന ധനികനായ ഒരു വ്യാപാരി തന്റെ ഏകപുത്രിയായ ശോഭാകുമാരിയോടൊപ്പം താമസിച്ചിരുന്നു. നേർച്ചകളും വഴിപാടുകളും നടത്തി ലഭിച്ച മകളെ അദ്ദേഹം കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് വളർത്തിയത്. കാലം ചെന്നപ്പോൾ ശോഭാകുമാരി കൗമാരം കടന്ന് യൗവനത്തിലേക്ക് പ്രവേശിച്ചു. അവളുടെ അനിർവചനീയമായ സൗന്ദര്യം നാട്ടിലെ യുവാക്കളുടെ എല്ലാം ഉറക്കം കെടുത്തി. അവളെ വിവാഹം ചെയ്യാൻ നാടിന്റെ നാനാഭാഗത്തുനിന്നും ആലോചനകൾ വന്നെങ്കിലും അവൾക്ക് തൃപ്തികരമായ ഒരാളെയും കണ്ടെത്താനായില്ല. അങ്ങനെയിരിക്കെ രാജ്യത്ത് കവർച്ചക്കാരുടെയും കൊള്ളക്കാരുടെയും ശല്യം വർദ്ധിച്ചു. പ്രജകൾ ഭയന്നു വിറച്ച് രാജസന്നിധിയിലെത്തി സങ്കടമുണർത്തിച്ചു. മഹാപ്രഭോ, കവർച്ചക്കാരുടെ ശല്യം കാരണം മനുഷ്യജീവൻ പോലും അപകടത്തിലാണ്. ധനവും മാനവും നഷ്ടപ്പെടുന്നു. ഈ അവസ്ഥ തുടർന്നാൽ ഞങ്ങൾ പ്രാണരക്ഷാർത്ഥം നാടുവിട്ടു പോകേണ്ടി വരും. നീതിമാനും പ്രജാവത്സലനുമായ രാജാവ് അവരുടെ സങ്കടം കേട്ട് ദുഃഖിതനായി. അദ്ദേഹം അവരെ ആശ്വസിപ്പിച്ചു. ഇന്നു മുതൽ നിങ്ങൾ ഭയക്കേണ്ട. കുറ്റവാളികളെ പിടികൂടി കഠിന ശിക്ഷ നൽകി ഈ ദുരിതത്തിന് നാം അറുതി വരുത്തും. നിങ്ങൾ സമാധാനത്തോടെ മടങ്ങുക. രാജാവ് ഉടൻ തന്നെ കരുത്തരായ ഭടന്മാരെ രാജ്യമെങ്ങും വിന്യസിച്ചു. കവർച്ചക്കാരെ കണ്ടാൽ ഉടൻ വധിക്കാൻ വരെ ഉത്തരവ് നൽകി. എന്നാൽ ഭടന്മാരുടെ സാന്നിധ്യമുണ്ടായിട്ടും കവർച്ചയുടെ ഭീഷണി കുറഞ്ഞില്ല, കൂടുതയാണുണ്ടായത്. വീണ്ടും ഭയചകിതരായ പ്രജകൾ രാജാവിനെ സമീപിച്ചു. അപ്പോൾ രാജാവ് ഒരു ശപഥം ചെയ്തു. സമാധാനമായി പോവുക. ഇന്നു മുതൽ നാം തന്നെ വേഷം മാറി രാത്രികാലങ്ങളിൽ നഗരത്തിൽ സഞ്ചരിക്കും. എന്റെ ജീവൻ ബലി നൽകേണ്ടി വന്നാലും ഈ കൊള്ളശല്യം ഞാൻ അവസാനിപ്പിക്കും. ആ വാക്ക് പാലിച്ച് അന്ന് രാത്രിയിൽ രാജാവ് വാളും പരിചയമേന്തി കുതിരപ്പുറത്ത് നഗരത്തിലേക്കിറങ്ങി. സമയം അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. നഗരത്തിന്റെ ഒരു ഭാഗത്തുകൂടി പോകുമ്പോൾ വഴിയിൽ ഒരു ഭീകരരൂപം നിൽക്കുന്നതായി രാജാവ് കണ്ടു. മുട്ടുവരെ നീണ്ട ചെമ്പൻ മുടിയും ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ആ വികൃത രൂപം കണ്ട് രാജാവ് ഭയന്നില്ല. ധൈര്യത്തോടെ അദ്ദേഹം കുതിരയെ അതിന്റെ നേർക്ക് പായിച്ചുകൊണ്ട് ഗംഭീര സ്വരത്തിൽ ചോദിച്ചു, നീ ആരാണ്? സത്യം പറയുക, അല്ലെങ്കിൽ ജീവൻ നഷ്ടമാകും. രാജാവിന്റെ ഗാംഭീര്യം കണ്ട് ഞെട്ടിയ ആ രൂപം ഒരു തന്ത്രം പ്രയോഗിച്ചു. ഞാൻ അങ്ങയുടെ കുലദേവതയായ ഭദ്രകാളിയുടെ ഭൃത്യനാണ്. ദേവിയുടെ നിർദ്ദേശപ്രകാരം നഗരം പരിശോധിക്കാൻ ഇറങ്ങിയതാണ്. അങ്ങ് ഇവിടുത്തെ രാജാവായിരിക്കുമല്ലേ? ഉടൻ തന്നെ രാജാവ് ആ തന്ത്രം തിരിച്ചറിഞ്ഞ് അതിനെ മറികടക്കാൻ മറ്റൊരു കള്ളം പറഞ്ഞു. നിങ്ങൾക്ക് തെറ്റി. ഞാൻ രാജാവല്ല, ഞാനൊരു പെരുവഴി കവർച്ചക്കാരനാണ്. ഇത് കേട്ട കൊള്ളത്തലവൻ, എന്നാൽ ഞാനും സത്യം പറയാം. ഞാനും ഒരു കവർച്ചക്കാരനാണ്. നമുക്ക് പങ്കുചേർന്ന് ഈ തൊഴിൽ തുടർന്നാലോ? രാജാവ് ഈ നിർദ്ദേശം സ്വീകരിച്ചു. കള്ളന്റെ താവളം കണ്ടെത്താനായിരുന്നു അത്. നഗരത്തിലെ തിരക്കേറിയ ഒരു ഭാഗം അപ്പോൾ വിജനമായിരുന്നു. അവിടെ ഒരു വീട് പൊളിച്ച് അകത്തു കയറാൻ കൊള്ളത്തലവൻ ശ്രമിക്കവേ രാജാവ് ഉച്ചത്തിൽ ചൂളം വിളിച്ചു. ശബ്ദം കേട്ട് റോന്തു ചുറ്റുകയായിരുന്ന രാജഭടന്മാർ ഉടൻ തന്നെ ആ സ്ഥലത്ത് പാഞ്ഞെത്തി. താൻ ചതിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കിയ കൊള്ളത്തലവനും തന്റെ അനുയായികൾക്ക് രഹസ്യ സന്ദേശം നൽകി. ഉടൻ തന്നെ ഒളിച്ചിരുന്ന കവർച്ചക്കാരും പാഞ്ഞെത്തി. രാജഭടന്മാരും കവർച്ചക്കാരും തമ്മിൽ ഉഗ്രമായ യുദ്ധം നടന്നു. എണ്ണത്തിൽ കൂടുതലായിരുന്ന രാജഭടന്മാർ കൊള്ളത്തലവന്റെ അനുചരന്മാരെ മുഴുവൻ ബന്ധനത്തിലാക്കി. ശക്തമായി ചെറുത്തുനിന്നെങ്കിലും കൊള്ളത്തലവനെ ഭടന്മാർ വരിഞ്ഞുകെട്ടി രാജാവിന്റെ കുതിരപ്പുറത്ത് കയറ്റി. വിജയഭേരി മുഴക്കിക്കൊണ്ട് രാജാവും ഭടന്മാരും പിടിക്കപ്പെട്ട കവർച്ചക്കാരെയും കൊണ്ട് രാജധാനിയിലേക്ക് മടങ്ങി അവരെല്ലാം തുറുങ്കിലടക്കപ്പെടുകയും ചെയ്തു. അടുത്ത ദിവസം പ്രഭാതമായി. രാജാവിന്റെ ധീരമായ ഇടപെടലിലൂടെ കവർച്ചക്കാർ ഒന്നടങ്കം ബന്ധനസ്ഥരായി എന്ന വാർത്ത രാജ്യമെങ്ങും കാട്ടുതീ പോലെ പടർന്നു. രാജാവിന്റെ ധൈര്യത്തെയും ഭരണമികവിനെയും പൗരന്മാർ മുക്തകണ്ഠം പ്രശംസിച്ചു. രാജാവ് പൂർണ്ണ സംതൃപ്തിയോടെ ആസ്ഥാന മണ്ഡപത്തിൽ എഴുന്നള്ളിയിരുന്ന് പിടിക്കപ്പെട്ട കവർച്ചക്കാർക്ക് നൽകേണ്ട ശിക്ഷയെക്കുറിച്ച് വിചാരണ നടത്തി. എല്ലാവരെയും തൂക്കിക്കൊല്ലണം എന്ന് ചിലർ വാദിച്ചു. നാടു കടത്തണം എന്ന് മറ്റു ചിലരും, ജീവപര്യന്തം തടവിലാക്കണമെന്ന് വേറെ ചിലരും അഭിപ്രായപ്പെട്ടു. ഒടുവിൽ ഭൂരിപക്ഷ അഭിപ്രായമനുസരിച്ച് കൊള്ളത്തലവനെ തൂക്കിക്കൊല്ലാനും മറ്റുള്ളവരെ ജീവപര്യന്തം തടവിന് വിധിക്കാനും തീരുമാനമായി. മറ്റുള്ളവർക്ക് ഒരു പാഠമായിരിക്കാൻ വേണ്ടി കൊള്ളത്തലവനെ കറുത്ത വസ്ത്രം ധരിപ്പിച്ച് കഴുതപ്പുറത്തിരുത്തി കൊലക്കളത്തിലേക്ക് ഘോഷയാത്രയായി കൊണ്ടുപോയി തൂക്കിലേറ്റാൻ രാജകീയ ഉത്തരവുണ്ടായി. ആ ഭീകരനായ കൊള്ളത്തലവനെ വധശിക്ഷയ്ക്കായി കൊണ്ടുപോകുന്ന കാഴ്ച കാണാൻ രാജവീഥിയിലെ ഇരുവശങ്ങളിലും ജനക്കൂട്ടം തടിച്ചുകൂടി. അങ്ങനെ വെടിമുഴക്കങ്ങളും വാദ്യഘോഷങ്ങളും ആർപ്പുവിളികളുമായി ഘോഷയാത്ര മുന്നോട്ടു നീങ്ങി. ഈ സമയം ധനപാലന്റെ പുത്രിയായ ശോഭാകുമാരി തന്റെ മാളികയുടെ മട്ടുപ്പാവിൽ നിൽക്കുകയായിരുന്നു. കഴുതപ്പുറത്തിരുത്തി കൊലക്കളത്തിലേക്ക് കൊണ്ടുവരുന്ന കവർച്ചത്തലവനെ അവൾ ദൂരെ വെച്ച് കണ്ടു. ഭീകരമായ കറുത്ത വേഷം ധരിപ്പിച്ചിട്ടും അപഹാസ്യമാം വിധം കഴുതപ്പുറത്തിരുത്തിയിട്ടും അവന്റെ അതിരുകടന്ന സൗന്ദര്യം അപ്പോഴും ശോഭിക്കുന്നുണ്ടായിരുന്നു. ആ കാമദേവനെ പോലെ തോന്നിക്കുന്ന യുവാവിന്റെ മുഖത്ത് അപ്പോഴും ലോകത്തെ ആകർഷിക്കുന്ന ഒരു മാദകച്ചിരി തിളങ്ങി നിന്നു. ശോഭാകുമാരി സ്ഥലകാലബോധം മറന്ന് അവനെ തന്നെ നോക്കി നിശ്ചലമായി നിന്നുപോയി. അവൾ പെട്ടെന്ന് തന്റെ ദാസിയെ അരികിൽ വിളിച്ച് ഇങ്ങനെ ചോദിച്ചു, എന്താണ് സഖി ഈ വലിയ കോലാഹലങ്ങൾ?
കാമദേവനെ പോലെ സൗന്ദര്യമുള്ള ഒരു യുവാവിനെ ഭീകരമായ വേഷം ധരിപ്പിച്ച് കഴുതപ്പുറത്ത് ഘോഷയാത്രയായി കൊണ്ടുപോകുന്നു. എട്ടുദിക്കും പൊട്ടുമാറുള്ള ശബ്ദത്തിൽ വെടിമരുന്നിന്റെ ശബ്ദവും ആഹ്ലാദാരവങ്ങളും. ഇവരെല്ലാം മനുഷ്യരാണോ അതോ പിശാചുക്കളോ? എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ദാസി എല്ലാ വിവരങ്ങളും വിശദമായി ശോഭാകുമാരിയോട് പറഞ്ഞു. കാര്യങ്ങൾ മനസ്സിലാക്കിയ ശോഭാകുമാരി അച്ഛന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു. അച്ഛാ, അവരാ നിസ്സഹായനായ മനുഷ്യനെ വധിക്കാൻ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങ് ഉടൻ തന്നെ കൊട്ടാരത്തിലേക്ക് പോവുക. അങ്ങയുടെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് അദ്ദേഹത്തെ ഈ ശിക്ഷയിൽ നിന്നും രക്ഷിക്കണം. വേഗമാകട്ടെ അച്ഛാ, എന്റെ ഹൃദയം പിടയ്ക്കുന്നത് അങ്ങ് അറിയുന്നില്ലേ? വ്യാപാരി പരിഹാസത്തോടെ പ്രതിവചിച്ചു. എന്തു ഭ്രാന്താണ് മകളെ നീ പറയുന്നത്? ആ കഴുതപ്പുറത്ത് കെട്ടിയിരുത്തി കൊണ്ടുപോയത് ആരെയാണെന്നാണ് നിന്റെ വിചാരം? അവൻ കൊലപാതകിയും ഭയങ്കര കൊള്ളത്തലവനുമാണ്. ഇത്രയും കാലം അവൻ നിയമത്തെ കബളിപ്പിച്ച് കൊള്ളയും കൊലയും നടത്തി ജീവിക്കുകയായിരുന്നു. ഒടുവിൽ നമ്മുടെ രാജാവ് സ്വന്തം ജീവൻ പോലും വകവെക്കാതെ അവനെ പിടികൂടി. തികച്ചും അർഹമായ ശിക്ഷയാണ് രാജാവ് വിധിച്ചത്. പ്രജകളുടെ ജീവന് ഭീഷണിയായിരുന്ന അവനെ മോചിപ്പിക്കാൻ ഞാൻ രാജാവിനോട് അപേക്ഷിക്കാനോ? അങ്ങനെ ഒരു വിഡ്ഢിത്തം ഞാൻ ചെയ്യത്തില്ല. എന്നാൽ അവൾ വഴങ്ങാൻ കൂട്ടാക്കിയില്ല. അപേക്ഷ നിരസിക്കപ്പെട്ടപ്പോൾ അവൾ ദുഃഖം താങ്ങാനാവാതെ ഉറക്കെ കരയാൻ തുടങ്ങി. പിതാവ് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവളുടെ കരച്ചിലിന്റെ ശക്തി വർദ്ധിക്കുകയേ ചെയ്തുള്ളൂ. ഹൃദയം തകരുന്നതുപോലെ വിലപിച്ചുകൊണ്ട് അവൾ തുടർന്നു. അയ്യോ, അച്ഛൻ എന്റെ വേദന കാണുന്നില്ലേ? എന്റെ ഹൃദയമിടിപ്പ് കേൾക്കുന്നില്ലേ? അങ്ങ് ഉടൻ പോകണം. നമ്മുടെ എല്ലാ സ്വത്തുക്കളും രാജാവിന് കാഴ്ചവെക്കേണ്ടി വന്നാലും വേണ്ടില്ല. അങ്ങ് അദ്ദേഹത്തെ മോചിപ്പിക്കണം. എനിക്ക് അദ്ദേഹത്തെ ഭർത്താവായി ലഭിക്കണം. അല്ലെങ്കിൽ ഞാൻ അങ്ങയുടെ മുന്നിൽ വെച്ച് തല തല്ലി മരിക്കും. ഇതെന്റെ ഉറച്ച തീരുമാനമാണ്. ജനങ്ങൾക്കിടയിലും രാജകൊട്ടാരത്തിലും വളരെയധികം സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു ധനപാലൻ. മന്ത്രിയുമായി വ്യക്തിപരമായ ബന്ധം വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മകൾ എന്തെങ്കിലും കടുംകൈ ചെയ്തെങ്കിലോ എന്ന് വിചാരിച്ച് രാജാവിനെ കാണാൻ പുറപ്പെടാൻ തീരുമാനിച്ചു. അതിനു മുമ്പായി രാജാവിന്റെ തീരുമാനം വരുന്നതുവരെ വധശിക്ഷ നീട്ടിവെക്കുന്നതിനായി ഒരു ദൂതനെ മന്ത്രിയുടെ അടുത്തേക്ക് പറഞ്ഞ് വിടുകയും ചെയ്തു. രാജകൊട്ടാരത്തിലെത്തിയ ധനപാലൻ ഭയവും ബഹുമാനവും കലർന്ന മനസ്സോടെ രാജപാദങ്ങളിൽ വീണ് നമസ്കരിച്ച ശേഷം തന്റെ നിവേദനം സമർപ്പിച്ചു. അല്ലയോ അന്നദാതാവായ പൊന്നു തിരുമേനി, അടിയന്റെ പിഴകൾ അവിടുന്ന് ക്ഷമിച്ചാലും അങ്ങയാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുന്ന കൊള്ളത്തലവനെ നിരുപാധികം മോചിപ്പിക്കാൻ തിരുവുള്ളമുണ്ടാകണം. അതിന് പ്രായശ്ചിത്തമായി 1,00,000 സ്വർണ്ണ നാണയങ്ങൾ ഖജനാവിൽ കെട്ടിവെക്കാൻ അടിയൻ തയ്യാറാണ്. അവിടുന്ന് അടിയന്തരമായി കൽപ്പന പുറപ്പെടുവിച്ചാലും. ധനപാലന്റെ വിചിത്രമായ നിവേദനം രാജാവിനെ വല്ലാതെ പ്രകോപിപ്പിച്ചു. അദ്ദേഹം കോപത്തോടെ പറഞ്ഞു, ധനപാല, നിങ്ങളെ ഒരു ധർമ്മിഷ്ഠനും നീതിമാനുമായിട്ടാണ് ഞാൻ ബഹുമാനിച്ചിരുന്നത്. എന്നാൽ നിങ്ങളുടെ ഈ അപേക്ഷ തികച്ചും രാജ്യദ്രോഹപരവും ധാർമ്മിക വിരുദ്ധവുമാണെന്ന് ഓർക്കുക. നിങ്ങളെ നാടുകടത്താൻ വരെ ന്യായമുണ്ട്. എങ്കിലും നാം അതെല്ലാം ക്ഷമിക്കുന്നു. എങ്കിലും പറയുക, ഇത്രയും വിചിത്രമായ ഒരു അപേക്ഷ രാജസന്നിധിയിൽ സമർപ്പിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച കാരണമെന്താണ്? പ്രഭോ, എനിക്ക് ആകെയുള്ളത് ഒറ്റ മകളാണ്. എന്റെ അളവറ്റ സമ്പത്തിനെക്കുറിച്ച് അങ്ങേക്കറിയാമല്ലോ. അതിന്റെ എല്ലാം ഏക അവകാശി അവളാണ്. അവൾ ഈ കൊള്ളത്തലവനെ സ്നേഹിക്കുന്നുവത്രേ. അയാളെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ച് അവൾക്ക് വിവാഹം ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവൾ എന്റെ മുന്നിൽ വെച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇതുകൂടി കേട്ടപ്പോൾ രാജാവിന്റെ ഭാവം പൂർണ്ണമായും പരിഹാസത്തിലേക്ക് വഴിമാറി. പിന്നെ വെറുപ്പോടെ പറഞ്ഞു, മകളുടെ വാക്കുകേട്ട് ഒരു കൊലപാതകിയായ കവർച്ചക്കാരനെ വില കൊടുത്തു വാങ്ങി സമ്മാനിക്കാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ? നിങ്ങൾക്ക് പോകാം. കടുത്ത നിരാശയും അപമാനഭാരവും മൂലം തകർന്ന മനസ്സുമായി ധനപാലൻ സ്വന്തം വീട്ടിലേക്ക് നടന്നു. ഇടറുന്ന കാൽവെപ്പുകളോടെ അയാൾ വീട്ടിലെത്തി. ശോഭാകുമാരി ആകാംക്ഷയോടെ ഓടിവന്ന് അയാളുടെ കൈകളിൽ മുറുകെ പിടിച്ച് ചോദിച്ചു, അച്ഛാ, അച്ഛൻ പോയ കാര്യം പൂർണ്ണമായി സാധിച്ചു അല്ലേ? സാധിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അച്ഛൻ പോയതിനു ശേഷം ഞാൻ അത്രയധികം പ്രാർത്ഥിച്ചു. എല്ലാ ദേവീദേവന്മാർക്കും വലിയ വഴിപാടുകൾ നേർച്ചയാക്കുകയും ചെയ്തു. എന്താ അച്ഛനൊന്നും മിണ്ടാത്തത്? അയ്യോ, എനിക്കെന്തോ ഭയം തോന്നുന്നു. എന്റെ അച്ഛാ. വ്യാപാരി തന്റെ കൈകളിൽ നിന്ന് അവളുടെ പിടി സൗമ്യമായി വിടുവിച്ചുകൊണ്ട് പറഞ്ഞു, മകളെ, ആ ആഗ്രഹം എന്നേക്കുമായി നീ ഉപേക്ഷിക്കുക. രാജാവ് എന്റെ അപേക്ഷ തീർത്തും വെറുപ്പോടെ തള്ളിക്കളഞ്ഞു. ഒരു കൊലപാതകിയെ നിയമത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നത് രാജ്യദ്രോഹമാണെന്ന് വരെ അദ്ദേഹം പറഞ്ഞു. മകളെ, നീ ഈ അസ്ഥാനത്തുള്ള പ്രേമം നിശ്ശേഷം മറന്നേക്കൂ. അപ്പോഴേക്കും കൊള്ളത്തലവനെ ഘോഷയാത്രയായി കൊണ്ടുപോയ രാജഭടന്മാർ അവനെ വധശിക്ഷ നടപ്പാക്കുന്ന സ്ഥലത്ത് എത്തിച്ചിരുന്നു. വരിയിൽ വ്യാപാരിയുടെ മകൾ മട്ടുപ്പാവിൽ നിന്ന് തന്നെ അതിയായ ദുഃഖത്തോടെ നോക്കുന്നത് കാണുകയും വ്യാപാരിയുടെ മകൾക്ക് വേണ്ടി തന്നെ കഴുമരത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായി വ്യാപാരി രാജാവിന്റെ അടുത്ത് പോയ കാര്യം ദൂതൻ മന്ത്രിയോട് സംസാരിക്കുന്നത് കേൾക്കുകയും ചെയ്ത കൊള്ളത്തലവൻ ആദ്യമൊന്ന് കരയുകയും പിന്നാലെ ഉറക്കെ ചിരിക്കുകയും ചെയ്തു. ഭയം നിമിത്തമുള്ള ഉന്മാദമായിരിക്കാം ഇതെന്ന് കരുതിയ ഭടന്മാർ ഒട്ടും വൈകാതെ അവന്റെ കണ്ണുകൾ മുറുകെ കെട്ടി കള്ളുമരത്തിലേക്ക് കയറ്റി. ആഹ്ലാദ തിമിർപ്പിലായിരുന്ന കാഴ്ചക്കാർ ആർപ്പുവിളിച്ചു. വെടിമരുന്നിന്റെയും വാദ്യങ്ങളുടെയും ശബ്ദം എല്ലായിടത്തും മുഴങ്ങി. ആരാച്ചാർ കൊലമരത്തിലെ ലിവർ തട്ടിയിട്ടു. കൊള്ളത്തലവന്റെ ശരീരം തൂക്കുമരത്തിന്റെ കിണ്ണത്തിലേക്ക് താഴ്ന്നു. തന്റെ പ്രിയതമന്റെ മരണവാർത്ത അറിഞ്ഞ ശോഭാകുമാരി ഇടതൂർന്ന മുടിയിഴകൾ അഴിച്ചിട്ട് ഒരു ഭ്രാന്തിയെപ്പോലെ നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് കൊലക്കളത്തിനരികിലേക്ക് പാഞ്ഞെത്തി. അപ്പോഴേക്കും കവർച്ചക്കാരന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞിരുന്നു. ശോഭാകുമാരി അവന്റെ ചേതനയേറ്റ ശരീരം സ്വന്തം മടിയിൽ താങ്ങിയെടുത്തു ദുഃഖാശ്രുക്കൾ കൊണ്ട് ആ ശരീരം കഴുകി. തുടർന്ന് അവൾ അവിടെ തന്നെ ഒരു ചിതയൊരുക്കി അതിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തയ്യാറെടുത്തു. തൊട്ടടുത്ത നിമിഷം
സാക്ഷാൽ ജഗദംബികയായ ഭദ്രകാളി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ദേവി അവളെ അഗ്നികുണ്ഡത്തിനടിയിൽ നിന്ന് പിടിച്ചുമാറ്റി സ്വന്തം നെഞ്ചോട് ചേർത്തു. മകളെ, ദേവി വാത്സല്യത്തോടെ അവളെ തലോടിക്കൊണ്ട് അരുളി ചെയ്തു. പ്രിയതമനോടുള്ള നിന്റെ അചഞ്ചലമായ സ്നേഹവും ഈ സാഹസിക ധീരതയും നമ്മെ അത്യന്തം സന്തുഷ്ടയാക്കിയിരിക്കുന്നു. നിനക്കിഷ്ടമുള്ള വരം ചോദിച്ചുകൊള്ളുക. ശോഭാകുമാരി ദുഃഖത്തിന്റെ കണ്ണീരുകൊണ്ട് ദേവിയുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് പറഞ്ഞു. ദേവി, മഹാമായെ, ജഗദംബികെ, അടിയന് മറ്റൊരു വരവും ആവശ്യമില്ല. അങ്ങ് എന്നിൽ പ്രസാദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവനാഥനായി വരിച്ച ഇദ്ദേഹത്തെ പുനർജീവിപ്പിച്ചു തരണം. അങ്ങനെയാകട്ടെ. ഇപ്രകാരം അനുഗ്രഹിച്ചുകൊണ്ട് ഭദ്രകാളി മൃതസഞ്ജീവനി മന്ത്രം പ്രയോഗിച്ച് ആ കവർച്ച തലവന് വീണ്ടും ജീവൻ നൽകി. അടുത്ത നിമിഷം ദേവി അവിടെ നിന്ന് അപ്രത്യക്ഷയാവുകയും ചെയ്തു. കഥ ഇത്രത്തോളം പറഞ്ഞു നിർത്തിയ ശേഷം വേതാളം വിക്രമാദിത്യ മഹാരാജാവിനോട് ചോദിച്ചു. അല്ലയോ മഹാപ്രഭോ, വധശിക്ഷ നടപ്പാക്കുന്നതിന് തൊട്ടുമുമ്പ് കഴുമരത്തിന്റെ ചുവട്ടിൽ വെച്ച് കള്ളന്മാരുടെ തലവൻ ആദ്യം കരയുകയും പിന്നീട് ഉറക്കെ ചിരിക്കുകയും ചെയ്തതിന്റെ കാരണം എന്താണ്? ഒരു നിമിഷം, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്തിനായിരിക്കും കള്ളന്മാരുടെ തലവൻ ആദ്യം കരയുകയും പിന്നീട് ഉറക്കെ ചിരിക്കുകയും ചെയ്തത്? കമന്റ് ചെയ്യൂ. വിക്രമാദിത്യൻ പറഞ്ഞ മറുപടി കേൾക്കുന്നതിന് മുമ്പായി പതിവ് പോലെ ഒരു ചോദ്യമുണ്ട്. ഇന്നത്തേത് പൊതുവിജ്ഞാന ചോദ്യമാണ്. ചോദ്യം: നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന മുഖകണ്ണാടിയുടെ യഥാർത്ഥ നിറം എന്താണ്? ഓപ്ഷനുകൾ: എ വെള്ള, ബി സിൽവർ, സി പച്ച, ഡി നിറമില്ല. ഉത്തരം കമന്റിൽ എഴുതൂ. ശരിയായ ഉത്തരം അടുത്ത എപ്പിസോഡിൽ പറയുന്നതാണ്. ഇനി 9ാമത്തെ എപ്പിസോഡിലെ കുസൃതി ചോദ്യവും അതിന്റെ ഉത്തരവും. ചോദ്യം: കോഴിക്കോട് തിരുവനന്തപുരം ബോർഡ് വെച്ച ഒരു KSRTC ബസ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. അതേ ദിവസം രാവിലെ 11 മണിക്ക് ആ ബസ് എവിടെയായിരിക്കും? ഉത്തരം: ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, പുറപ്പെട്ടിട്ടില്ല. അതിനാൽ ബസ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ തന്നെയായിരിക്കും. ഇനി കഥയിലേക്ക്. വിക്രമാദിത്യൻ അല്പനേരം ചിന്തിച്ച ശേഷം മറുപടി നൽകി. അവൻ ആദ്യം കരയുകയും പിന്നീട് ചിരിക്കുകയും ചെയ്തതിന്റെ പൊരുൾ എനിക്ക് വ്യക്തമായി അറിയാം. അല്ലയോ വേതാളം, നീ ശ്രദ്ധയോടെ കേൾക്കുക. ആ കവർച്ചക്കാരൻ ആദ്യം സ്വന്തം ദുരവസ്ഥയെക്കുറിച്ച് ഓർത്ത് കരയുകയാണ് ചെയ്തത്. അവൻ ചിന്തിച്ചത് ഇങ്ങനെയാകാം: പരിചയമില്ലാത്തവർ എനിക്ക് വേണ്ടി ദുഃഖിക്കുന്നു. ലോകത്തിന്റെ കപടതകളൊന്നും അറിയാത്ത ആ നിഷ്കളങ്കയായ യുവതി തന്റെ സർവസ്വവും എനിക്കായി രാജാവിന്റെ കാൽക്കൽ വെക്കാൻ തയ്യാറായി. അതിനു പകരമായി എനിക്ക് അവൾക്കു വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ഇങ്ങനെയുള്ള പശ്ചാത്താപ ഭാരത്താലാണ് അവൻ ആദ്യം കരഞ്ഞത്. എന്നാൽ പിന്നീട് അവന്റെ ചിന്താഗതി മറ്റൊരു രൂപത്തിലായി. ഞാൻ മരിക്കുമെന്നുറപ്പായ സമയത്ത് അവൾ എന്നെ ഹൃദയം തുറന്ന് സ്നേഹിച്ചു. ദൈവത്തിന്റെ മായാവിലാസങ്ങൾ നിസ്സാരരായ മനുഷ്യരായ നമ്മൾ എന്തറിയുന്നു? അർഹതയില്ലാത്തവന് അവിടുന്ന് അളവറ്റ ധനം നൽകുന്നു. ഹീനമായ ജീവിതം നയിക്കുന്നവന് ജ്ഞാനമരുളുന്നു. കേവലം വിഡ്ഢിക്ക് ലോകസുന്ദരിയെ പ്രദാനം ചെയ്യുന്നു. ആരും തിരിഞ്ഞു നോക്കാത്ത മലമുകളിൽ അതിശക്തമായ മഴ പെയ്യിക്കുന്നു. ഈ പ്രകൃതിയുടെ പ്രവർത്തനങ്ങളിലെ വൈചിത്രത്തെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ചാണ് അവൻ ചിരിച്ചുപോയത്. വേതാളം പറഞ്ഞു. രാജാവേ, അങ്ങ് ശരിയായി തന്നെ ഉത്തരം പറഞ്ഞിരിക്കുന്നു. വീണ്ടും ബന്ധനവിമുക്തനായ സന്തോഷത്തോടെ വേതാളം പൊട്ടിച്ചിരിച്ചുകൊണ്ട് പഴയ മുരുക്കുമരത്തിലേക്ക് പറന്നുപോയി. അവിടെ തലകീഴായി തൂങ്ങിക്കിടന്നു. വേതാളം പറഞ്ഞ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. അതോടൊപ്പം ഹൈപ്പ് ബട്ടൺ കൂടി അമർത്തിക്കോളൂ. അതിലൂടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സഹായിക്കും.